ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് പുതുവർഷ ഫലമാണ്. 1201 ആണ്ട് പുതുവർഷ ചിങ്ങക്കൂറ് ഫലം, അതായത് കൂറ് രാശി ഫലമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മകം, പൂരം, ഉത്രം, കാലി. മകം, പൂരം, ഉത്രം, കാലി ഇത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 11-ലും അതിനുമേൽ 12-ലും, 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 11-ലും, 2026 ജൂൺ 1-ന് ശേഷം വീണ്ടും 12-ലും വരുന്നു. അതേപോലെ തന്നെ ശനി 8-ലും രാഹു 7-ലും കേതു ജന്മത്തിലും വരുന്നതിനാൽ ഈ വർഷം പൊതുവെ ഗുണഫലമായിട്ടാണ് ഇവർക്ക് കാണുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് ഗുണഫലമാണ് കാണുന്നത്. ഈ ചിങ്ങക്കൂറുകാർക്ക് ഈ 1201 മലയാളം പുതുവർഷത്തിലെ ഫലം. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അഷ്ടമശനി സമയവും കൂടിയാണ് എന്ന് ഓർക്കണം. ഇവർക്ക് ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനി സമയവും കൂടിയാണ്. അപ്പൊ പൊതുവെ ഗുണഫലമാണെങ്കിലും ഇവർക്ക് അഷ്ടമശനിയാണെന്ന് കൂടി ഓർക്കണം. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സൽകീർത്തി കിട്ടുന്ന ഒരു സമയമാണ്. സൽകീർത്തി കിട്ടും. ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. ഇവർക്ക് നല്ല വർത്താനം കേൾക്കാനൊക്കെ ഇടവരും. ഇവരെ സ്തുതിച്ച് ആൾക്കാർ പ്രകീർത്തിക്കും. അതേപോലെ തന്നെ ഇവർക്ക് സ്ഥാനമാന ലബ്ധി കിട്ടും. അതായത് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ പ്രമോഷൻ കിട്ടും. അതല്ലാത്തവർക്കാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടും. പിന്നെ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധി കിട്ടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കൂടാതെ വിവാഹ കാര്യങ്ങളിൽ ഇവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. അപ്പൊ പ്രേമിച്ചിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ പ്രേമ സംബന്ധമായ വിഷയങ്ങളിലോ ഒക്കെ അഭീഷ്ടപരമായിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷപ്രദമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായി മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. കൂടെ സന്തോഷപരമായിട്ടുള്ള യാത്ര, വിനോദയാത്രയൊക്കെ പോകാനായിട്ട് ഇവർക്ക് ഇടവരുന്നതാണ് ഈ സമയം. സന്താനങ്ങളിൽ നിന്നും നല്ല ഒരു പ്രതീക്ഷ ഇവർക്കുണ്ടാവും. സന്താനങ്ങളിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സന്താന ലാഭം ഉണ്ടാകും. കൃഷി ഗുണമുണ്ടാകും. കൃഷി സംബന്ധമായി ഇവർക്ക് ഏത് കൃഷിയാണെങ്കിലും ആ കൃഷി സംബന്ധമായി ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടാവുന്ന ഒരു സമയമായിരിക്കും. കൂടാതെ ഭൂമി ലാഭം, ഭൂമി മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി മേടിക്കാനോ അല്ലെങ്കിൽ ഭൂമി കരാർ എഴുതാനോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടത്താനോ ഒക്കെ ഭൂമി സംബന്ധമായ ലാഭം കിട്ടുന്ന അവസ്ഥ ഇവർക്കുണ്ടാവും. കച്ചവടക്കാരെ സംബന്ധിച്ച്, വ്യാപാരികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും. അതായത് വ്യവസായം, വ്യാപാരം, കച്ചവടം ഇതെല്ലാം പല വിധത്തിലുള്ള കാര്യങ്ങളാണല്ലോ. ഇതിനെല്ലാം ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുന്ന ഒരു സമയമായിരിക്കും. പിന്നെ പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും. ഗൃഹനിർമ്മാണം, പുതിയ വീട് വെക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം പൂർത്തിയായവർക്ക് ഗൃഹപ്രവേശനം നടത്താനൊക്കെ അതിനുള്ള സമയം വരുന്നതാണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. മത്സരങ്ങളിൽ അവർക്ക് വിജയം ഉണ്ടാവും. മത്സര സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. വിജ്ഞാനപ്രദമായ കാര്യങ്ങളിൽ അവർക്ക് ചെന്ന് ഏർപ്പെടാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ പ്രവർത്തകർക്ക്, പൊതുകാര്യ പ്രവർത്തകർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും. പൊതുജനങ്ങളിൽ നിന്നും അവർക്ക് ബഹുമാനങ്ങൾ കിട്ടും. അവർക്ക് ആദരവ് കിട്ടും. ഇങ്ങനെയുള്ള പൊതുവെ നല്ല കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നതാണെങ്കിലും വർഷാവസാനം ഇവരെ സംബന്ധിച്ച് യാത്രാക്ലേശവും ശത്രുഭീതിയും മനോവ്യസനങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. കാരണം ഇവർക്ക് അഷ്ടമ ശനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.
അപ്പോൾ അതിൻ്റെ ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ ഈ ദോഷാനുഭവത്തിൽ നിന്നും മുക്തി കിട്ടാനായിട്ട് വിഷ്ണുപ്രീതി നേടുന്നതും അതുപോലെ തന്നെ ശാസ്താപ്രീതി നേടുന്നതും ഏറ്റവും ഉത്തമമാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.